സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. പരിശുദ്ധ കുർബാന പ്രാർത്ഥനകളുടെ പ്രാർത്ഥന. മനുഷ്യന് തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ബലിയർപ്പിക്കാനുള്ളൊരവസരം. ഞാൻ നിങ്ങളോടുകൂടെ യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് നമ്മളോടൊപ്പമായിരിക്കാനും നമ്മുടെ ഉള്ളിലായിരിക്കാനും കണ്ടുപിടിച്ച ഏറ്റവും വലിയ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിലെ അനുഭവങ്ങൾ ലോകത്തിന് ഒതുക്കാൻ കഴിയുന്നതോ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതോ ആ ബുദ്ധിയിൽ ഒതുക്കാൻ കഴിയുന്നതൊന്നുമല്ല. അത് കടലിനേക്കാൾ ആഴമുണ്ട്, കടലിനേക്കാൾ വിശാലമുണ്ട്, ഭൂമിയേക്കാൾ വിസ്താരമുണ്ട്. അതിൻ്റെ ആഴവും വ്യാപ്തിയും ഉയരവും ഒന്നും അളക്കാൻ ലോകത്തിന് കഴിയില്ല. കാരണം അത് ദൈവമാണ്, ദിവ്യകാരുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുനാളിൽ ആദ്യ കുമ്പസാരം നടത്തി ആദ്യ കുർബാന സ്വീകരണത്തിനൊക്കെ നമ്മളെ ഒരുക്കുന്ന ഒരു പതിവുണ്ടല്ലോ. നമ്മൾ എന്തുമാത്രം തീക്ഷ്ണതയോടെ, എത്ര എളിമയോടെ, എത്ര ആഗ്രഹത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുക. ആദ്യ കുമ്പസാരം എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാകാം. കുമ്പസാരത്തിലെ പാപങ്ങൾ ഏറ്റുപറയാനായിട്ട് എങ്ങനെയാ പറയണ്ടേ, എന്തൊക്കെ പറയണ്ടേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മളെ സിസ്റ്റേഴ്സും കാറ്റീസം ടീച്ചേഴ്സും മാതാപിതാക്കളും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊച്ചു കൊച്ചു പാപങ്ങൾ പോലെ ഏറ്റുപറഞ്ഞിട്ട്, അപ്പോഴാണ് അത് പലതും പാപമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നേ. അതൊക്കെ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം സ്വീകരിച്ചിട്ട് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. എത്ര പവിത്രമായൊരു മനസ്സായിരുന്നു അത്, എത്ര പവിത്രമായൊരു ദാഹമായിരുന്നു അത്. ആ ദാഹവും ആ പവിത്രതയും നമ്മൾ വളർന്നപ്പോൾ വളർന്നോ അതോ തളർന്നോ എന്ന് ചോദിക്കുകയാണ് ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ ഈശോ. 1997 ഒക്ടോബർ 26 ഒരു ഞായറാഴ്ചയായിരുന്നു. അന്ന് കഞ്ചിക്കോട് ഗുഡ് ഷെപ്പേർഡ് ഇടവക ദേവാലയത്തിൽ ആദ്യ കുർബാന സ്വീകരണം നടക്കുന്ന ദിവസവുമാണ്. അന്നേ ദിവസം അഭിവന്യ മാർ ജേക്കബ് മനന്തോടത്ത് പിതാവാണ് ബലിയർപ്പണത്തിന് മുഖ്യ കാർമ്മികനായിട്ട് വന്നത്. പിതാവിനോടൊപ്പം പിതാവിൻ്റെ സെക്രട്ടറി അച്ഛനും ഞങ്ങളുടെ ഇടവക വികാരിയായിരുന്ന ജോസഫ് പുലുവേലി അച്ഛനും ഉണ്ടായിരുന്നു. ദൈവജനങ്ങളെ കൊണ്ട് ദേവാലയം നിറഞ്ഞു. ഞാനും ആ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാനും എൻ്റെ കുടുംബവുമുണ്ട്. മരിയൻ പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയിലുള്ള പലരും അന്ന് അവിടെ വന്നിട്ടുണ്ട് എന്ന് പിന്നീട് അറിയാൻ സാധിച്ചു. ആ ബലിയർപ്പണ വേള അത് അനുഗ്രഹത്തിൻ്റെ ഒരു സമയമായിരുന്നു. ആ ബലിയർപ്പണ വേള എന്ന് ഞാൻ പറയാൻ കാരണം ആ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയാനാണ്. എല്ലാ ബലിയർപ്പണ സമയങ്ങളും അനുഗ്രഹത്തിൻ്റെ കലവറ ലോകത്തിന് തുറന്നു കൊടുക്കുന്ന സമയമാണ്. അനുഗ്രഹം തേടി പലയിടത്തേക്കൊന്നും നമ്മൾ ഓടേണ്ട കാര്യമില്ല. ബലിക്കല്ലിനരികിലേക്ക് ഓടിയാൽ മതി. അവിടെ നിനക്കായി എനിക്കായി ബലിയർപ്പിച്ച നിന്റെ ദൈവം, എൻ്റെ ദൈവം, നമ്മുടെ ദൈവം സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് അനുഗ്രഹം വർഷിക്കാൻ കാത്തു നിൽക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാന അർപ്പണ സമയം. അന്നത്തെ ദിവസം വിശുദ്ധ കുർബാന ആരംഭിച്ചു. പലപ്പോഴായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായത്താലും മാധ്യസ്ഥത്താലും ലഭിച്ചിട്ടുള്ളതുപോലെ ബലിയർപ്പണത്തിൻ്റെ ആദ്യ സമയം മുതൽ ഈശോയുടെ ഉത്ഥാനം വരെ, അതായത് ഈശോയുടെ ജനനം, പരസ്യജീവിതം, മരണം, ഉത്ഥാനം, ഈ സംഭവങ്ങളുടെ എല്ലാം ഓർമ്മയാണല്ലോ വിശുദ്ധ കുർബാന. കാൽവരിയിൽ അർപ്പിക്കപ്പെട്ട അതേ ബലി തന്നെയാണല്ലോ വിശുദ്ധ കുർബാന. അത് അവിടെ സംഭവിക്കുന്നതായിട്ടുള്ള അനുഭവമായിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരണ സമയം അടുത്തപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി എല്ലാവരുടെയും ഒപ്പം ഞാനും വരിയിൽ നിന്നു. ആ സ്വീകരിക്കാനായിട്ട് പോകുന്ന സമയം മുതലേ ആത്മാവിൽ വലിയ ജ്വലനമായിരുന്നു. ഈ അനുഭവത്തിന് ശേഷം പലരും എന്നോട് പറഞ്ഞത് രക്തത്തിൻ്റെ മണം ദേവാലയത്തിലുണ്ടായിരുന്നു എന്നാ. എനിക്കും അത് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ആ വരിയിലേക്ക് നിന്നു.
പിതാവിൻ്റെ സെക്രട്ടറി അച്ഛൻ ബഹുമാനപ്പെട്ട മൈലംവേലി അച്ഛനാണ് കുസ്തോതിയിൽ ഈശോയെ പിടിച്ചുകൊണ്ട് ആ വരിയിലെ ഓരോ മക്കൾക്കും ദിവ്യകാരുണ്യം കൊടുക്കാനായിട്ട് വരുന്നത്. എൻ്റെ ഊഴമെത്താറായപ്പോൾ ഞാൻ ആ കുസ്തോതിയിലേക്കൊന്ന് നോക്കി. ഞാൻ കാണുന്നത് പ്രകാശഗോളങ്ങൾ കുസ്തോതിയിൽ നിന്ന് തുള്ളിക്കളിക്കുന്നതാണ് ഞാൻ കാണുന്നേ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് എളിമപ്പെട്ട് കുമ്പസാരിച്ചിട്ട് സമയമായെങ്കിലും, അധിക സമയമായിട്ടില്ല എങ്കിലും സ്വീകരണ സമയമാകുമ്പോഴത്തേന് 1 ദിവസം 2 ദിവസമൊക്കെ ആവുമല്ലോ. ആ സമയത്തിനിടയിലുള്ള എൻ്റെ ജീവിത വഴികളിൽ വന്നുപോയ പിഴവുകൾക്ക് മാപ്പ് തരണേ. ലോകമെമ്പാടും അങ്ങയെ നിന്ദിക്കുന്ന എല്ലാ മക്കൾക്കും പരിഹാരം ചെയ്തുകൊണ്ട് അങ്ങയെ സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ മാലിന്യങ്ങളെ അകറ്റി ജീവിക്കുന്ന ദൈവമായിട്ട് എന്നിലേക്ക് നിറയണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോ എൻ്റെ അടുത്ത് എത്തും തോറും രക്തത്തിൻ്റെ മണം കൂടിക്കൂടി വന്നു. അത് ഞാനിപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്നോടൊപ്പം വന്ന് ദേവാലയത്തിലുണ്ടായിരുന്ന ഒത്തിരി പേര് ഈ അനുഭവത്തിന് ശേഷം ഇത് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ. ആ കുസ്തോതിയിലിരിക്കുന്ന എൻ്റെ ഈശോയെ വൈദികൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് എൻ്റെ ഈ അധരത്തിൽ വെച്ചു തന്നു. എൻ്റെ പ്രിയപ്പെട്ട ദിവ്യകാരുണ്യ മക്കളെ, കണ്ണുനീരോടും സന്തോഷത്തോടും കൂടെ അല്ലാതെ ആ അനുഭവത്തെ ഓർക്കാൻ എനിക്കാകില്ല. കാരണം എൻ്റെ ദൈവം, എൻ്റെ സൃഷ്ടാവ്, എൻ്റെ കർത്താവ്, ലോകത്തിൻ്റെ അധിപൻ ഈ കൊച്ചുനാവില് ഒരു ബലഹീനനായ വൈദികൻ്റെ, ബലഹീനൻ എന്ന് പറയുമ്പോൾ ആച്ചൻ ബലഹീനനെന്ന അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊരു വൈദികൻ്റെയും കരങ്ങളിൽ ലോകത്തിൻ്റെ അധിപൻ ഒരു കൊച്ചോസ്തിയായിട്ട്, വെളുത്ത അപ്പമായിട്ട്, വെളുത്ത തിരുവോസ്തിയായിട്ട് ഒതുങ്ങുന്നത് കണ്ടപ്പോൾ, അതന്ന് മാത്രമല്ല പലപ്പോഴും കാണുകയും ധ്യാനിച്ചിട്ടുമുണ്ട്. ആ ഈശോ എൻ്റെ അധരത്തിൽ ജീവിക്കുന്നവനായിരിക്കുന്നതായിട്ടുള്ള അനുഭവത്തിൽ എൻ്റെ ഈ മുഖം, ഈശോയുടെ തിരുവിലാവിലെ മുറിവ് വലുതായിട്ട് ഈ മുഖം ആ മുറിവിലേക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ഞാൻ ഈശോയിലാണ്, ഈശോ എന്നിലാണ്. ഹല്ലേലൂയ. പുറത്ത് നടക്കുന്ന എന്തൊക്കെയോ സ്വരം എൻ്റെ കാതിൽ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അവിടെ ഒന്നുമല്ല. ആരും പറയുന്നത് ഒന്നും മനസ്സിലാകാൻ എനിക്ക് സാധിക്കുന്നില്ല. മാലാഖമാരുടെ കിന്നരങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. തമ്പുരുമീട്ടി മാലാഖമാർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയും മാറിയൗസേ പിതാവും വിശുദ്ധഗണം മുഴുവനും ദൈവത്തെ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന ഇടത്തേക്ക് മടങ്ങുമ്പോഴൊക്കെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് എല്ലാവരിലും സംഭവിക്കുന്നതാ കേട്ടോ. എന്നിൽ മാത്രമല്ല. ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥൻ തുടിക്കുന്ന ഹൃദയവുമായിട്ട്, വിതുമ്പുന്ന ചുണ്ടുകളുമായിട്ട്, സ്നേഹിക്കുന്ന ഹൃദയമായിട്ട്, വാരിപ്പുണരുന്ന ആശ്വാസം തരുന്ന അനുഭവമായിട്ട്, സാന്നിധ്യമായിട്ട്, ജീവനുള്ള ദൈവമായിട്ട് നമ്മിൽ നിറയുന്നത് കാണുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ശിരസ്സ് നമിക്കും. മാലാഖമാർ സാഷ്ടാംഗം പ്രണമിക്കും. വിശുദ്ധാത്മാക്കൾ നമുക്ക് ചുറ്റും കൂടി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. നമ്മളെ വഹിക്കുന്ന ദൈവത്തെ. ഹല്ലേലൂയ. ഈ അനുഭവത്തിലൂടെ ഞാൻ ആദ്യം മുട്ടുകുത്തിയിരുന്നിടത്തേക്ക് നടക്കുകയാ. എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല, ആരെയും ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ഈശോയുടെ തിരുവിലാവിലാണ്. ഞാൻ സ്തുതിച്ച് ഭാഷാവരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ തിരുനാമത്തിൻ്റെ കീർത്തനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ അലയടി പോലെ ഉയരാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കണ്ടു നിന്നിരുന്നവർ സാക്ഷ്യപ്പെടുത്തത് ഇങ്ങനെയാണ്: എൻ്റെ അധരത്തിൽ ജീവിക്കുന്ന മാംസക്കഷണം, ഒരു ഹൃദയഭാഗമായി തോന്നാവുന്ന ഒരു മാംസക്കഷണം, അതേ യേശുവിൻ്റെ ജീവിക്കുന്ന ശരീരം ഈ അധരത്തിൽ, ഈ നാവിൽ തുടിക്കുന്നത് അനേകർ കണ്ടു.
ഓരോ പ്രാവശ്യവും ഈശോയുടെ തിരുശരീരം തുടിക്കുമ്പോൾ ആ ഓരോ തുടിപ്പിലൂടെയും ഈശോയുടെ തിരുരക്തം ആ തിരുമാംസത്തിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് അനേകർ കണ്ടു. എനിക്കും നിനക്കും വേണ്ടി കുഞ്ഞേ മുറിയപ്പെട്ട് അടികളേറ്റ് പരിഹസിക്കപ്പെട്ട് കുരിശിൽ തൂങ്ങി കർത്താവ് മരിച്ചത്, അപ്പോൾ ചിന്തിയ രക്തം നിനക്ക് വേണ്ടി ഇന്നും നിന്റെ നാവില് രൂപപ്പെട്ടുകൊണ്ട് ആ ചിന്തപ്പെട്ട മാംസം, പിച്ചി ചീന്തപ്പെട്ട മാംസം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് യേശു കണ്ടുപിടിച്ച ഏറ്റവും മഹത്തായ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് ദിവ്യകാരുണ്യം. ഓരോ ദിവസവും ഞാനും നിങ്ങളും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്, ഇത് സംഭവിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവം ദിവ്യകാരുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, പലരും എന്നോട് പറഞ്ഞതായിട്ട് പറയുന്നു, റാണി അത് ഉൾക്കൊള്ളു, അത് ഇറക്ക് എന്ന്. ജനങ്ങൾ കരയാൻ തുടങ്ങി. പലരും വികാരിയച്ഛനെയും പിതാവിനെയും അറിയിച്ചു. എന്നാൽ വിശുദ്ധ കുർബാന അർപ്പണം അവസാനത്തെ ആശീർവാദം സംഭവിക്കുന്നത് വരെയും വെയിറ്റ് ചെയ്തു. എൻ്റെ അതരത്തിലെ ഈശോ തുടിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ ആശീർവാദം നൽകിയിട്ട് പിതാവ് അടുത്തേക്ക് വിളിപ്പിച്ചു. എന്നെ ആരൊക്കെയോ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പിതാവ് പറഞ്ഞു, റാണി അത് കൺസ്യൂം ചെയ്യ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ അനുഭവിച്ചത് എന്താണെന്നോ, തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്ന് ആവി വരുന്നത് പോലെ എൻ്റെ ഈ തൊണ്ടയിൽ നിന്ന് എന്തോ പുറത്തോട്ട് തള്ളിക്കൊണ്ടിരുന്നു. എനിക്ക് ഇറക്കാൻ ആ സമയം വരെ സാധിച്ചിരുന്നില്ല. കർത്താവിൻ്റെ അഭിഷിക്തൻ ബലിയർപ്പണം കഴിഞ്ഞിട്ട് ആദ്യമായി പറഞ്ഞ വാക്കാണ് എന്നോട്, റാണി അത് ഉൾക്കൊള്ളു, അത് സ്വീകരിക്ക്, ഈശോയെ ഇറക്ക്. അഭിവന്യ പിതാവ് ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് അത് ഈശോയെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. ഞാൻ ഇറക്കി. ഐസ് വാട്ടർ ഒഴിച്ചു തരുന്നത് പോലെയുള്ള ബാഹ്യ അനുഭവമാണെങ്കിലും നിറഞ്ഞ കൃപയും ശക്തിയും സ്വീകരിക്കുന്ന അപരിമേയമായ, അളക്കാൻ പറ്റാത്ത, വർണ്ണിക്കാൻ സാധിക്കാത്ത വലിയൊരു അനുഭവമായിരുന്നു അന്നേ ദിവസം ഈശോ എനിക്ക് തന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ ആ റിബ് കേജിനുള്ളിലാണ്. ഈശോയുടെ അസ്ഥിക്കുള്ളില്, ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മളുണ്ട്. നമ്മൾ യേശുവിലും യേശു നമ്മിലുമായി തീരുകയാ. മറ്റൊരു യേശുവായി നമ്മളെ രൂപാന്തരപ്പെടുത്തുക ഈശോ. ആ അനുഭവത്തിൽ നിന്ന് മാറി ജീവിക്കാനല്ല കേട്ടോ, നമ്മൾ അങ്ങനെ തന്നെ കുർബാനയായി ജീവിക്കാൻ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അന്നേ ദിവസം ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. തുടിക്കുന്ന ശരീരത്തിൻ്റെ അനുസ്മരണം ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്ത കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ അത്ഭുതത്തെ അവജ്ഞയോടെ, പുച്ഛത്തോടെ, അവിശ്വാസത്തോടെ കാണുന്ന അനേകരുണ്ടായി. അതിനെല്ലാ മക്കൾക്ക് വേണ്ടിയും കൂടെ ഞാനും മാപ്പ് ചോദിക്കുകയാ ഈ സമയത്ത്. ലോകത്ത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഒത്തിരി നടന്നിട്ടുള്ളതായിട്ട് പിന്നീടും അറിയാൻ സാധിച്ചു. ഈ പാവപ്പെട്ട ബലഹീനയായ ഈ ഒരു പൊട്ടിപ്പെണ്ണിനെ ഇത് സ്വീകരിക്കാനായിട്ട് ഒരു യോഗ്യതയുമില്ലെന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയാം. എനിക്കൊരു യോഗ്യതയുമില്ല. നമുക്ക് ആർക്കാ ഉള്ളത്? ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്തേക്ക് ഓടിയണയാൻ ആരും മടിക്കരുതേ. ഈശോ കൂടെയിരിക്കാൻ മാത്രമല്ല, കൂട്ടിനിരിക്കാൻ മാത്രമല്ല, ഉള്ളത്തിലിരിക്കാൻ, അടുത്തിരിക്കാൻ മാത്രമല്ല, അകന്നിരിക്കാൻ മാത്രമല്ല, അകത്തിലിരിക്കാൻ, നമ്മുടെ അകത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവനാ നമ്മുടെ കർത്താവ്. ഇന്ന് കൂട്ടം വിട്ട് കൂടിനകത്ത് കയറാൻ ഗവൺമെൻറ് പറയുന്നില്ലേ? കോവിഡ് മഹാമാരി മൂലം കൂട്ടം വിട്ട് കൂടിനകത്ത് കയറിയപ്പോൾ കൂടെയുള്ളവനെ ഓർക്കുന്നവർ എത്ര പേരുണ്ട്? നമ്മുടെ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ ഹൃദയത്തിലില്ലേ? നമുക്കൊക്കെ ബലിയർപ്പിക്കാൻ പോകാൻ പറ്റാത്ത എത്ര ദിനരാത്രങ്ങൾ ഉണ്ടായി. കർത്താവിൻ്റെ മഹാബലിപീഠത്തിൽ നിന്ന് ഉയരേണ്ട സ്തുതിപ്പുകളും ധൂപങ്ങളും ഉയർത്താൻ പറ്റാതെ നമ്മളൊക്കെ വേദനിച്ചില്ലേ? വൈദികരായവർ വളരെ വ്യക്തിപരമായി ബലിയർപ്പിച്ചിട്ടുണ്ട്.
അത് സത്യമാണ്. എന്നാൽ നമ്മൾ നിറയേണ്ട സാന്നിധ്യത്തെ, നമ്മളെ കൊണ്ട് നിറയ്ക്കേണ്ട ബലിപീഠ സാന്നിധ്യത്തെ ഒരു വൈറസ് അത് തടഞ്ഞു വെച്ചെങ്കിൽ, പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, ഏത് വൈറസാ നിന്നെയും എന്നെയും ദിവ്യകാരുണ്യത്തിൽ നിന്ന് അകറ്റിയേ ഈ കോവിഡ് വരുന്ന സമയം വരെയും? ഏത് വൈറസാ? ഉറക്കമെന്ന വൈറസോ, ക്ഷീണമെന്ന വൈറസോ, വിശ്വാസമില്ലെന്ന വൈറസോ, അലസതയുടെ വൈറസോ? ഈ വൈറസുകളെല്ലാം കടന്നു വന്നതിന് ശേഷം കൊറോണ വന്നുള്ളൂ, കോവിഡ് വന്നുള്ളൂ. അതുവരെയൊക്കെ ഈ വൈറസിന്റെ പിടുത്തത്തിൽപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് യാതൊരു മനഃശാഞ്ചല്യം ഉണ്ടായിരുന്നില്ലല്ലോ. കാൽവരി ബലിയിൽ അണയാനായിട്ട്, കർത്താവിന്റെ ബലിയിൽ പങ്കെടുക്കാനായിട്ട്, നിന്റെ ജീവിത ബലി സമർപ്പിക്കാനായിട്ട്. ഇപ്പോഴും കുറെ പേര് ആനന്ദിക്കുന്നുണ്ട് ഓൺലൈൻ കുർബാന. ഇപ്പൊ അതേ സാധ്യമാകൂ. നമ്മൾ അതിലാ പങ്കെടുത്തിരിക്കുന്നേ. പലരുടെയും വിശ്വാസം തണുത്തുറഞ്ഞു പോയി എന്ന് പ്രവാചകരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് സത്യമായി. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത അന്ധകാരം വന്നു ആത്മാവിൽ. ആർക്കും വേല ചെയ്യാൻ പറ്റുന്നില്ല. ഭൗതിക വേലയുമില്ല, ആത്മീയ വേലയുമില്ല. എല്ലാം സ്വസ്ഥമായി. പലരും വിരൽ ചൂണ്ടുന്നു. രോഗശാന്തി കൊടുക്കുന്നവരെന്തേ? ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനങ്ങളില്ലേ? അപ്പോഴും പുച്ഛിക്കാനൊന്നും ആരും കുറവില്ല. ബലിപീഠങ്ങളിൽ ബലിയർപ്പിക്കാതിരിക്കുമ്പോൾ ബലിവസ്തു ആകുന്ന കർത്താവിനെ കാണാൻ ഓടിയണയാനായിട്ട് ഒത്തിരി പേരൊന്നും ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്ന കുറേ മക്കളുണ്ട്. ഈശോയുടെ ബലിപീഠത്തിൽ നിന്ന് ഉയരേണ്ട എൻ്റെയും നിന്റെയും ജീവിത ബലിയുടെ സുഗന്ധമില്ലാതായി പോകുമ്പോൾ കോവിഡ് മാറില്ല കേട്ടോ. കൊറോണ മാറണമെങ്കിൽ നീ ആയിരിക്കുന്ന സമയത്ത്, നീ ആയിരിക്കുന്ന ഇടത്തില് നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളും പ്രോട്ടോക്കോളും അനുസരിച്ച് നിഷ്കളങ്ക മനസ്സോടുകൂടെ നീ ദൈവത്തിന് ബലിയർപ്പിച്ചുകൊണ്ടേയിരിക്കണം. നീ ഒരു ബലിയാടാണ്, നീ ഒരു ബലിയാത്മാവാണ്. നിനക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ടത് നിന്റെ സൃഷ്ടാവാണ്, നിന്നെ രക്ഷിക്കാനാണ്. ആ ബലി ഒരിക്കലും നിലയ്ക്കപ്പെടുന്നില്ല. കാൽവരി ബലി ഒരിക്കലും നിലയ്ക്കപ്പെടുന്നില്ല. ദേവാലയങ്ങൾ അടയ്ക്കപ്പെടാം, ബലികൾ നിലയ്ക്കപ്പെട്ടു എന്ന് സാത്താൻ ചിന്തിച്ചേക്കാം. എന്നാൽ ബലികൾ നിലയ്ക്കപ്പെടില്ല. ബലികൾ ഒരിക്കലും നിലയ്ക്കപ്പെടില്ല. അത് സൂര്യോദയം മുതൽ അസ്തമയം വരെ മലാക്കി പ്രവാചകൻ പറഞ്ഞതുപോലെ ഓരോ ബലിപീഠത്തിലും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അത് എൻ്റെ ഹൃദയമാകുന്ന ബലിപീഠത്തിൽ സംഭവിക്കണം, എൻ്റെ കുടുംബമാകുന്ന ബലിപീഠത്തിൽ സംഭവിക്കണം. ആ ബലിപീഠത്തിൽ അസ്വസ്ഥതകളും പരദൂഷണങ്ങളും വാശിയും വെറുപ്പും വൈരാഗ്യവും ക്ഷമയും കൊണ്ടുണ്ടാക്കിയ ബലികല്ലില് കർത്താവ് പ്രസാദിക്കില്ല. വിശുദ്ധമായ മനസ്സോടെ മനസാക്ഷിയോടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളെ കണ്ടറിഞ്ഞുകൊണ്ട് ദൈവിക നീതിക്കൊത്തവിധം ജീവിച്ച് ദൈവസ്നേഹത്തിലായിരുന്നു കൊണ്ട് ഞാനും നിങ്ങളും ബലി അർപ്പിക്കുമ്പോൾ വൈറസ് എല്ലാം നിർവീര്യമായി പോകും. ഇന്ന് നമ്മൾ പ്രോട്ടോകോൾ അനുസരിക്കുന്നില്ലേ? അനുസരിക്കുന്നുണ്ട്. ജാഗ്രത പാലിക്കണം. മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം, അകലം പാലിക്കണം. ദൈവത്തിൽ നിന്ന് അകലം പാലിക്കാൻ ഒരു രാഷ്ട്രത്തിനും പറയാൻ പറ്റില്ല, ഒരു രാഷ്ട്രീയ അധികാരികൾക്കും പറയാൻ പറ്റില്ല, ഒരു വൈറസും അത് നമ്മളോട് പറയുന്നില്ല. ദൈവത്തിൽ നിന്ന് അകലാതിരിക്കുന്ന ഒരു കുഞ്ഞ് നിനക്ക് ബലിപീഠം അന്യമായി തീർന്നാലും ദൈവത്തിൽ നിന്ന് അകലാത്തൊരു കുഞ്ഞിന് നിന്റെ ജീവിതത്തിൽ ഒരു ബലിപീഠമുണ്ട്. അത് അവിടെ നിന്റെ ജീവിത ബലി നിന്റെ തമ്പുരാനെ ഓർത്ത് നീ അർപ്പിച്ചുകൊണ്ടേയിരിക്കുക. നിന്റെ സഹനത്തിന്റെ ബലികല്ലില് നീ അർപ്പിക്കുന്ന നിന്റെ ജീവിത ബലിയാണ് വിശുദ്ധ കുർബാനയോട് ചേർക്കാനുള്ള നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിന് ഉത്തരം നൽകാൻ, ആഴങ്ങൾ തേടിയുള്ള നിന്റെ അന്വേഷണത്തിന് ഉത്തരം നൽകാൻ, നിനക്ക് കിട്ടാത്ത ചോദ്യത്തിന് ഉത്തരമായി തീരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് യേശുവിലേക്ക് തിരിയുക, ദിവ്യകാരുണ്യത്തിലേക്ക് തിരിയുക. ഈ സമയം എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ശക്തമായി തരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പലപ്പോഴായി പല മക്കളോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ഒരാൾ തൻ്റെ ഉറക്കത്തിലും സൂക്ഷിക്കുന്ന ഉണർവിൻ്റെ പേരാണ് ജാഗ്രത. വൈറസിനെതിരെ ജാഗരൂകരായിരിക്കാൻ രാഷ്ട്രീയത്തിലൂടെയും നമ്മുടെ നേതാക്കളിലൂടെയും ഗവൺമെൻറ്റുകളിലൂടെയൊക്കെ നമ്മളോട് പറയുമ്പോൾ പരിശുദ്ധ അമ്മ പറയാ, ജാഗ്രത എന്ന് പറയുന്നത്, ജാഗരൂകത എന്ന് പറയുന്നത് ഒരാൾ തൻ്റെ ഉറക്കത്തിലും സൂക്ഷിക്കുന്ന ഉണർവിൻ്റെ പേരാണ് ജാഗ്രത.
ആ ജാഗ്രത നമ്മൾ നമ്മുടെ ആത്മാവിൽ ഉണർന്നാണ് ഇരിക്കുന്നത് എന്നുള്ള ആത്മാവിൻ്റെ ബാഹ്യ പ്രകടനമാണ് ജാഗ്രത. ആ ജാഗ്രത എന്താണ് കാണിക്കുന്നത്? ഉറക്കത്തിലും ഉണർവിലും അവനോടൊപ്പം ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് എന്ന് 2 തെസ്സലോനിക്ക 5:10 പറയുന്ന ദൈവത്തോടൊപ്പമായിരിക്കാനുള്ള ജാഗ്രതയാണ് വേണ്ടത്. ആ ജാഗ്രത നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടത് പ്രാർത്ഥനയായിട്ടാണ്. ഒരാൾ തൻ്റെ ഉറക്കത്തിലും സൂക്ഷിക്കുന്ന ഉണർവിൻ്റെ പേര് ജാഗ്രതയാണെങ്കിൽ, ആ ജാഗ്രത എന്ന് പറയുന്നത് ആത്മാവ് ഉണർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ, എപ്പോഴും ആത്മാവിനെ ഉണർത്തി അതിൻ്റെ ബാഹ്യരൂപം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥനയാണെങ്കിൽ, ആത്മാവ് പറയുകയാ 2 തെസ്സലോനിക്ക 5:10 ഉറക്കത്തിലും ഉണർവിലും അവനോടൊപ്പം നാം ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ഈശോ പീഡാനുഭവത്തിൻ്റെ വേളയിൽ അതിനൊരുങ്ങുന്ന സമയത്ത് ശിഷ്യരെ ഉറങ്ങണ കണ്ടപ്പോൾ പറഞ്ഞില്ലേ, മക്കളെ ജാഗരൂകരായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. ഇന്ന് ഗവൺമെൻറ് പറയുന്നു ജാഗ്രത പാലിക്കാൻ. ഈശോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ജാഗരൂകരായിരിക്കുവിൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ജാഗ്രതയുള്ളവൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഉണർവോടെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ലോകത്തെ ഒരുക്കുന്ന ഈ 40 ദിനങ്ങൾ ഇങ്ങനെ ജാഗ്രതയുള്ളവരുടെ മനസ്സിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സത്യമായിട്ടും പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കാം നമുക്ക്. നമ്മുടെ ജാഗ്രത പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിൻ്റെ തിരുമുൻപിൽ സ്വയം സമർപ്പിച്ചുകൊണ്ടേയിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ സന്ദേശങ്ങളിൽ, അനുഗ്രഹങ്ങൾക്ക് കൈനീട്ടുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന. നമ്മൾ ഇപ്രകാരമൊക്കെ ചെയ്യുമ്പോൾ അനുഗ്രഹങ്ങൾ താനേ വരുമെന്നേ. ആരൊക്കെ പുച്ഛിച്ചോട്ടെ, ഒരു പ്രാർത്ഥനക്കാരൻ പോകുന്നു, ഒരു പ്രാർത്ഥനക്കാരി പോകുന്നു, കുഴപ്പമില്ലെന്നേ. കുഴപ്പമില്ലെന്ന് പറയുന്നത് ഞാനാ. എന്തുകൊണ്ടാ അറിയോ? ഇത് കുറേ കേട്ടതുകൊണ്ടാ, ഒത്തിരി കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനക്കാരി, അവൾക്ക് വേറെ പണിയൊന്നുമില്ല, പൈസ ഉണ്ടാക്കാനിരിക്കുന്നു. ദൈവത്തെ വിളിച്ചിട്ട് ദൈവം എവിടെയാ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. ദൈവം കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ ഒരു യോഗ്യത കൊണ്ടുമല്ല, ഞാനിപ്പോഴും പറയുന്നു, ലോകത്തിൻ്റെ മുൻപിൽ ഞാൻ പറയുന്നു ഞാൻ യോഗ്യയല്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, പ്രാർത്ഥന. പ്രാർത്ഥിക്ക് മക്കളെ, പ്രാർത്ഥിച്ച് 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 മരിക്ക്, അല്ലെങ്കിൽ മരിച്ച് പ്രാർത്ഥിക്ക്. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ച് മരിക്കണം, അല്ലെങ്കിൽ മരിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോൾ മരിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അങ്ങനെയാണ് നമുക്ക് മരണം സംഭവിക്കേണ്ടത്. ഏത് മരണം? ലോകത്തോട് വിട പറയാൻ. ഇന്നോ നാളെയോ, ഇത് പറയുമ്പോഴോ അല്ലാത്തപ്പോഴോ, ഈ 40 ദിവസം കഴിഞ്ഞിട്ടോ അതിൻ്റെ ഉള്ളിലോ, എനിക്ക് യാതൊരു പേടിയില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് പോവും. കർത്താവ് നമുക്ക് വാഗ്ദാനം തന്നിട്ടില്ലേ, നമുക്ക് പോകണം. ആ പോകുന്ന വഴി ഇപ്പോഴാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ജീവിതത്തെ കേന്ദ്രീകരിക്കണം. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപീഠത്തിൽ നമ്മുടെ ജീവിതത്തെ കെട്ടിയിടണം. ആ ബലിപീഠമായിരിക്കണം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ആ ബലിപീഠം നമ്മെ നിയന്ത്രിച്ചാൽ ബലി നൽകാത്ത ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ആ ബലി 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 എന്ന് പറയുമ്പോൾ കത്തുന്ന ബലിയായിരിക്കണം, കത്തിത്തീരാത്ത ബലി. കത്തിയെങ്കിലും, ഉൾപ്പടർപ്പ് കത്തിയെങ്കിലും അവിടെ നാശം സംഭവിച്ചില്ലല്ലോ. അതുപോലത്തെ തീക്ഷ്ണതയുള്ള ബലിപീഠത്തിലെ ബലിയാത്മാക്കളായിട്ട് നമുക്ക് മാറണം പ്രിയപ്പെട്ടവരെ. എന്നും ഈ ചതഞ്ഞെന്ന് പറഞ്ഞ് അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടെന്ന് പറയുമ്പോൾ ലോകത്ത് ഓടി നടക്കാനല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, പരിശുദ്ധ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കണമെന്നേ. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റുകുഞ്ഞേ. നിന്റെ ദിവ്യകാരുണ്യം ഈശോയ്ക്ക് നിന്നെ സമർപ്പിക്കേ. ജപമാല ചൊല്ല്, ഉപവസിക്കേ, അവനോടൊപ്പം വസിക്കേ, യേശുവിനോടൊപ്പം വസിക്കേ. ദിവ്യകാരുണ്യ അത്ഭുത അനുഭവമുണ്ടായ ആദ്യ ദിവസം പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം ഞാനിവിടെ വായിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ദേശങ്ങൾ പങ്കുവെച്ചത് കണ്ടിട്ട് പലരും ചോദിച്ചു എന്നോട്, റാണി എന്തിനാ ഇങ്ങനെ നോക്കി വായിക്കുന്ന, കാണാതെ പറഞ്ഞുകൂടെ എന്ന്. ഒരു സത്യം, എനിക്കിത് മുഴുവനും കാണാതെ അറിയില്ല. കാരണം അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുടെ ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ ഓരോ അർത്ഥങ്ങളാണ് ലഭിക്കുന്നത്, ഓരോ ഉൾക്കാഴ്ചകളാണ് ലഭിക്കുന്നത്. പിന്നെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമ്മ പറഞ്ഞത് വിട്ട് ഒരു അണുവിട, ഒരു വാക്കുപോലും ഇതിൽ കൂട്ടിച്ചേർക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക, അത് ഞാൻ ചെയ്യില്ല. എൻ്റെ കഴുത്തറുത്താലും ഞാൻ ചെയ്യില്ല. അമ്മ പറഞ്ഞത് എനിക്ക് പറയണം. അതിന് ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു. എൻ്റെ മരണത്തിന് മുൻപ് ഇതൊന്ന് സാധിക്കണേന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് ഈശോ നിർവഹിക്കുമ്പോൾ ബാക്കിയുള്ളത് ഈശോ ചെയ്യും. അതിൻ്റെ ഫലം നൽകുന്നത് കർത്താവാണ്. അത് നമുക്ക് എല്ലാവർക്കുമാണ്. നമുക്ക് സന്ദേശത്തിലേക്ക് വരാം. ബലിപീഠത്തിൽ ബലിയാടാകുന്ന എന്നോടും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തോടും മനുഷ്യമക്കൾ കാണിക്കുന്ന നിന്ദനങ്ങളും അവഹേളനങ്ങളും വളരെ വർദ്ധിച്ചിരിക്കുന്നു. ജീവിക്കുന്നവനായി ഓരോ മക്കളിലേക്കും ഞാൻ സ്നേഹത്തോടെ ത്യാഗത്തോടെ വരുന്നുണ്ടെന്ന ബോധ്യം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മകളെ, വചനം മാംസമായി, മാംസം ബലിയായി, ബലി പുതുജീവനേകി. എപ്പോഴാണ് മകളെ വചനം മാംസമായി എന്ന് ഈശോ പറയുന്നത്, അമ്മ പറയുന്നത്? കാലിത്തൊഴുത്തിൽ യേശു ക്രിസ്തുവിന് ജന്മം കൊടുക്കാനായിട്ട് കന്യകാമറിയം എന്ന് ആ തിരുവിഷ്ടത്തിൻ്റെ മുൻപിൽ ഉവ്വ് എന്ന് പറഞ്ഞുവോ, അപ്പോൾ പിതാവിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന വചനമാകുന്ന വിത്ത് പരിശുദ്ധ അമ്മയുടെ കന്യകോദരത്തിലെ വിമല ഹൃദയത്തിലും വിതയ്ക്കപ്പെട്ടു. അവിടെ വചനം മാംസമായി. മാംസം ധരിച്ച മനുഷ്യനെ മാംസം ധരിച്ച് രക്ഷിക്കാനായിട്ട് ദൈവം വന്ന അത്ഭുതകരമായ സംഭവം. മകളെ, വചനം മാംസമായി. ആ മാംസം കാൽവരിയിൽ ബലിയായി. ആ ബലി പുതു ജീവനേകി. അനാദിയിൽ നടന്ന ഈ രക്ഷാകര സംഭവം ഇന്നും സത്യമായിട്ടും, അമ്മ പറയാ, സത്യമായിട്ടും ഓരോ ബലിവേദിയിലും നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഈശോ ഇത് ആവർത്തിച്ച് പറഞ്ഞു തന്നതാട്ടോ. ഓരോ ബലിവേദിയിലും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിറവേറിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ മകളെ നീ രുചിച്ചറിഞ്ഞത്? ഈശോ അന്ന് ചോദിച്ച കാര്യമാ. അതാണ് ഞാൻ രുചിച്ചറിഞ്ഞത്. അതാണ് നമ്മളെല്ലാവരും ഇത്രയും കാലമായിട്ട് രുചിച്ചറിഞ്ഞത്, ഇനി രുചിച്ചറിയാൻ പോകുന്നതും. ഹല്ലേലൂയ. നിഷേധാത്മകമല്ലാത്ത ഈ സത്യം നിർവഹിക്കപ്പെട്ടത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ത്രിത്വം, ദൈവീക രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ കുർബാനയിൽ നിറയുന്നുണ്ട് എന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുക. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഈശോ പറഞ്ഞത്. എന്നിട്ട് ഈശോ സങ്കീർത്തനം 118, 23, 24 വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 59 വരെയും ധ്യാനിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് അമ്മയുടെ മാറിടം എത്രമാത്രം ആശ്വാസമേകുന്നുവോ അതുപോലെ ആയിരിക്കണം ഒരു ക്രിസ്ത്യാനി നിനക്ക് ബലിപീഠം. കർത്താവിൻ്റെ ബലിപീഠം നിനക്ക് ആശ്വാസമരുളും. അവിടെ നിനക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യങ്ങളില്ല. നിന്റെ നോവുകളിൽ ആശ്വാസം പകരാൻ, നിന്റെ മുറിവുകളിൽ ലേപനം പുരട്ടാൻ, അതേ കർത്താവിൻ്റെ തിരുരക്തം തന്നെ പുരട്ടിത്തരാൻ കർത്താവുണ്ടെന്നേ. നിന്റെ കണ്ണുകൾക്ക് ഉൾക്കാഴ്ചകൾ നൽകാൻ, നിന്റെ സഹനത്തിന് നിനക്ക് ശക്തി പകരാൻ, നിന്റെ പ്രാർത്ഥനകൾക്ക് നിനക്ക് ഉത്തരം നൽകാൻ നിനക്ക് വേണ്ടി ബലിയാടായൊരു കർത്താവ്, ബലി വസ്തുവായൊരു കർത്താവ്, ബലിയായിട്ട് തന്നെ നിന്നിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, നിന്നോട് സംസാരിക്കുന്ന, നിന്നിലേക്ക് ഇറങ്ങി വരുന്ന വിശുദ്ധ കുർബാന എന്ന അത്ഭുതങ്ങളിലെ അത്ഭുതം സ്വീകരിക്കാൻ നിനക്ക് കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. എന്നെ ശ്രവിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിൽ എത്ര പേർ ദേവാലയങ്ങൾ തുറക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? ഈശോയുടെ പ്രത്യേക അനുഗ്രഹത്താൽ 1.5 വർഷം മുൻപ് ഇറ്റലിയിലെ റോമിലൊക്കെ പോകാനായിട്ട് നമ്മുടെ വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ നാമകരണ സമയത്ത് അവിടെ പോകാനായിട്ട് ഈശോ അവസരം തന്നു. അന്ന് ഒരു ഞായറാഴ്ച സ്വിറ്റ്സർലൻഡിൽ ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. ഈ ശുശ്രൂഷയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സഹോദരി വഴിയായിട്ട് അവിടെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു.
ആ ശുശ്രൂഷയുടെ അന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങളെ കൊണ്ടുപോകുക. അപ്പോൾ ദേവാലയങ്ങൾ പല ദേവാലയങ്ങളും കണ്ടു. ദേവാലയമാണെന്ന് മനസ്സിലാകാത്ത രൂപങ്ങളായിരുന്നു. അപ്പോൾ കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു അതൊക്കെ ബാറുകളായി മാറിയെന്ന്. ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഒരു തിരക്കില്ലാത്തൊരു സ്ഥലത്ത് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അധികം ആളുകളൊന്നുമില്ല. പക്ഷേ അവിടെ എത്തുന്നതിന് മുൻപ് തിരിച്ചു വരുമ്പോഴാണ് ഞാനത് കണ്ടത്. അവിടെ എത്തി, അവിടെ ചെന്നപ്പോൾ അതൊരു ദേവാലയമാണ്. അവിടെ ബലിക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്നു. ഒത്തിരി പേരൊന്നുമില്ല. വിശുദ്ധ കുർബാന അർപ്പണം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ വണ്ടിയിലിരുന്ന് ഒരു ദേവാലയത്തിൻ്റെ അല്പഭാഗം മാത്രം കണ്ടാൽ ദേവാലയമാണെന്ന് തോന്നും. അങ്ങനെ കണ്ടപ്പോൾ അവിടെ നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ ദൈവമേ, ഈ പള്ളിയിൽ എന്തുമാത്രം ആൾക്കാരാണ് ഇന്നത്തെ കുർബാനയ്ക്ക്. അപ്പോഴാണ് കൂടെയുള്ള ഒരു വ്യക്തി പറഞ്ഞത്, റാണി, അത് പണ്ട് ദേവാലയമായിരുന്നു, പള്ളിയായിരുന്നു, ഇപ്പോൾ അതൊരു ബാറാണ്, അതൊരു മദ്യശാലയാണ്. അവിടെ എന്തുമാത്രം ആൾക്കാരാണെന്നോ കൂട്ടം കൂടി നിൽക്കുന്നേ, എത്ര പേരാ. പക്ഷെ ഞാൻ ബലിയർപ്പണത്തിന് പോയ പള്ളിയിൽ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ മനുഷ്യരില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്തേ? വിശുദ്ധ കുർബാനയിൽ ബോധ്യമില്ല. പ്രാർത്ഥിക്കണം, പ്രാർത്ഥന കുറയ്ക്കല്ലേ. ബലിയർപ്പണത്തിന് ബോധ്യം കിട്ടാൻ ബലിയാടുകൾക്ക് ബലിവസ്തുവായി തീർന്ന കർത്താവിൻ്റെ ബലിക്കല്ലിനരികിലേക്ക്, കാൽവരി കുരിശിനരികിലേക്ക് ഓടിയണയാൻ മക്കളെ പ്രാർത്ഥിക്കണം, പുരോഹിതരെ പ്രാർത്ഥിക്കണം. പലരിലൂടെയും ഞാൻ മനസ്സിലാക്കി, പല വൈദികർക്കും അവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയവർക്ക് പോലും ഞാൻ കേട്ടറിഞ്ഞതാണ് കേട്ടോ. ദിവസവും ബലിയർപ്പിക്കണമെന്നും അവിടെ ഒരു നിർബന്ധവും ഇല്ലെന്ന്. പലരും അങ്ങനെ സ്കിപ്പ് ചെയ്ത് ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ അറിവല്ല ഇത്, സ്വർഗത്തിൻ്റെ വേദനയാണ്. പ്രിയപ്പെട്ട മക്കളെ, നെഞ്ചിൽ കൈവച്ച് ഞാനിത് പറയുമ്പോൾ പിളർക്കപ്പെട്ട അമ്മയുടെ ഹൃദയത്തിൻ്റെ രോദനമുണ്ടെന്ന് മനസ്സിലാക്കണേ. ബലികൾ അർപ്പിക്കപ്പെടുന്ന ദേവാലയങ്ങൾ ശൂന്യമായി കിടക്കാൻ പാടില്ല. തകർക്കപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ ആ ബലിപീഠത്തിനരികിലേക്ക് നിങ്ങൾ ചെല്ലണം, ഞാനും ചെല്ലണം. അർപ്പിക്കപ്പെടുന്ന ബലിയാടായ ക്രിസ്തുവിനെ സ്വീകരിക്കണം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ജീവിച്ചിരിക്കലും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ജീവനുള്ളത്? അതുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ സവിധത്തിലേക്ക് അണയാൻ മറക്കരുതേ. പരിശുദ്ധ അമ്മ വരുന്ന സന്ദേശങ്ങളിലൊക്കെ പറയുന്നുണ്ട്, യൂറോപ്യൻ നാടുകളിലെ വഷളത്വങ്ങൾ. എങ്ങനെയാ വഷളത്വങ്ങൾ ഉണ്ടാകാതിരിക്കുക? ദൈവകോപം ക്ഷണിച്ചു വരുത്തുമെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കേരളം ഒട്ടും മോശമല്ല. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാ കേൾക്കുന്നേ? സ്ത്രീധന പീഡനം, കൊല, കൊള്ള, ആത്മഹത്യ, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, സഹോദരങ്ങളെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, മകൻ അപ്പനെ കൊല്ലുന്നു. ഇതൊക്കെ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളാണോ? അവർക്കൊക്കെ അത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടാണോ? അല്ല, ബലിക്കല്ലിൻ്റെ ചൂടില്ലെന്നേ. ചൂടില്ലാത്തടത്ത് ശവമുള്ളിടത്ത് ഈച്ച വന്നിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ശവമായി തീർന്ന ജീവിതങ്ങൾ ഈ ലോകത്തുണ്ട്. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ചൂട് മക്കൾക്ക് കിട്ടണം. അതിനായിട്ട് പ്രാർത്ഥിക്കണം, ബലിയർപ്പിക്കണം. ദിവ്യകാരുണ്യ ബലിയർപ്പണത്തിന് പ്രിയപ്പെട്ട ദൈവജനമേ, ഉണർവോടെ പാപരഹിതമായ മനസ്സോടെ ഓടിയണയണമെന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അപേക്ഷിക്കുകയാണ്. ബലിവസ്തുവും ബലിയാടുമാകുന്ന ബലിക്കല്ലിൽ നമ്മെ നോക്കിയിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ഒന്ന് കാണാൻ, ഒന്ന് കേൾക്കാൻ, നമ്മുടെ ഉള്ളത്തിലായിരിക്കാൻ കൊതിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാൻ ഓടിയണയാം. ദേവാലയങ്ങൾ തുറക്കപ്പെടട്ടെ, ബലിപീഠങ്ങൾ സജ്ജമാക്കപ്പെടട്ടെ, ഹൃദയങ്ങൾ ബലിയാകട്ടെ, ബലിവസ്തുക്കളിൽ വിശ്വാസത്തിൻ്റെ ചൈതന്യം നിറയട്ടെ. ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ശ്രവിക്കുന്നവരിലും പങ്കെടുക്കുന്നവരിലും അർപ്പിക്കുന്നവരിലും ദൈവത്തിൻ്റെ ചൈതന്യം, തിരുശരീര രക്തങ്ങളുടെ ചൈതന്യം, ആത്മാവിൻ്റെ അഭിഷേകം അളവില്ലാത്ത വിധത്തിൽ പെയ്തിറങ്ങട്ടെ എന്ന് ഓരോരുത്തരും ഈ നിമിഷത്തിലൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമേ, അവതരിച്ച വചനമേ, മനുഷ്യനായി അവതരിച്ച വചനമേ, മാംസമായ വചനമേ, ബലിയായ വചനമേ, പുതുജീവനേകിയ ദൈവമേ, അങ്ങേക്ക് ആരാധന, സ്തുതി, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.